അവളെ പുറത്ത് വിടരുത്, എനിക്ക് നീതി കിട്ടരുത്. അവളെ ജീവപര്യന്തം തടവിലിടണം. അവളെ പുറത്തേക്ക് വിടേ ചെയ്യരുത്. അവൾ പിടിച്ചിട്ട് ഞങ്ങൾ മുന്നിലേക്ക് ഒന്ന് കൊണ്ടുവരിക. ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് വാക്കുകൾ അവളോട് പറയാനുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അവൾക്ക് ചെയ്യാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാടിന്റെ മഴയും ആ മണ്ണിന്റെ മണവും ഉമ്മാന്റെ ചോറും അതൊന്നും ഇവിടെ ഇല്ലല്ലേ. ഏയ് അതൊന്നും ഇവിടെ ഇല്ല, അതൊന്നും ഇവിടെ കിട്ടത്തില്ല. ഇവിടെ ഉമ്മാന്റെ ചോറൊന്നും കിട്ടത്തില്ല. പക്ഷെ ജയിലിൽ നല്ല സാധനം കിട്ടും. മട്ടൻ കറി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, എല്ലാ കറികളും ഉണ്ട്. പണ്ടത്തെ കൂട്ട് ഉണ്ട ഇല്ല കേട്ടോ. ആ ഉണ്ട ചിലപ്പോഴൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ആ ഉണ്ട കിട്ടുവാണെങ്കിൽ ചേച്ചിക്ക് അത് സന്തോഷമായിരിക്കും. എന്തായാലും നാട്ടിലത്തെ പോലത്തെ ഉമ്മയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ലെങ്കിലും പോലീസുകാർ നിങ്ങളെല്ലാം കൂടെ ചേർന്നുണ്ടാക്കുന്ന ടേസ്റ്റ് കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ ചേച്ചി അത് മേടിച്ചങ്ങോട്ട് കഴിച്ചാട്ടെ. എന്താണ് പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇപ്പൊ ശമ്പളം കൂടെ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിനക്ക് ഇറങ്ങി വരുമ്പം നല്ലൊരു തുകയും കിട്ടും. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇവർക്ക് കിട്ടിയത് ഒരു VIP പരിഗണനയാണെന്ന്. പിന്നെ വേറൊരു കാര്യം, ഇവളെ ഇന്നലെ അറസ്റ്റ് ചെയ്തത് 10:30 ആയപ്പോഴാണ്. എന്നാൽ മാധ്യമങ്ങൾ അറിഞ്ഞതോ നമ്മളൊക്കെ അറിഞ്ഞതോ വൈകിട്ടായപ്പോ. ഇത് വളരെ അതീവ രഹസ്യമായിട്ട് ഒരു VIP കൊടുക്കുന്ന, VIP പോലും ഇങ്ങനെ കൊടുക്കുമെന്ന് അറിയത്തില്ല. എന്നാൽ തന്നെ അതിനെക്കാട്ടിലും ഉപരിയാണ് ഈ പറയുന്നവർക്ക് കൊടുത്തത്. ഇവള് ചെയ്ത കുറ്റത്തിന് ഇവളെ എങ്ങനെ കൊണ്ടുപോകണം, അതിന് പ്രൊട്ടക്ഷൻ ആയിട്ട് പർദ്ദ എന്ന് പറയുന്ന ഒരു വസ്ത്രം, ആ വസ്ത്രത്തെ വരെയാണ് ഇവിടെ കൊണ്ടുവന്ന് നാറ്റിച്ചിരിക്കുന്നത്. അതായത് ഒരു കുറ്റവാളിക്ക് പുതച്ചു മൂടി നടക്കാൻ ഒരു സാധനമായിട്ട് അവൾ അതിനെ എടുത്ത് ഉപയോഗിച്ച് കളഞ്ഞു അല്ലേ. ഇവള് വീഡിയോ എടുക്കുന്ന സമയത്ത് അവൾ ഏത് വേഷത്തിലാണ് നിന്നെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ. എന്നാൽ ഇവള് ഈ പോലീസിന്റെ കൂടെ പോകുമ്പോൾ പോലീസോ മഫ്തിയിലാണ്. പിന്നെ അവര് കൊണ്ടുവന്ന കാർ നോക്കിക്കഴിഞ്ഞാൽ പ്രൈവറ്റ്, പുള്ളിക്കാരന്റെ സ്വന്തം വണ്ടി. ഇൻഷുറൻസ് പോലും ഇല്ല വണ്ടിക്ക്. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇവള് അങ്ങനെയുള്ള വണ്ടിയിലാണ് ഇവളെ കൊണ്ടുവന്നത്. പക്ഷെ ഇവള് വീഡിയോ എടുത്ത സമയത്ത് എന്താണ്, ഇവള് ഒരു പർദ്ദയുമില്ല, ഇവക്ക് ഒന്നുമില്ല. ഇവളിങ്ങനെ ചിരിച്ചുകൊണ്ട് ഒരുത്തനെ വീഴ്ത്തി എന്നുള്ള ഒരു ഇതിലാണ് അവൾ നിൽക്കുന്നത്. എന്തുവായാലും ഇവിടെ കുറച്ച് ഉപദേശവും ഊക്കലും നമുക്കൊന്ന് കാണാം. ഉപദേശവും ഊക്കലും ഒരേപോലെ കൊണ്ട് നടക്കുന്നവളാണ് ഇവള്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉപദേശം ഒന്ന് കേട്ടു നോക്കി. ഒന്ന് ആലോചിച്ച് നോക്കില്ലേ, ഓരോ ദിവസവും എത്ര നിരപരാധികളുടെ കണ്ണീരാ നമ്മൾ കാണേണ്ടി വരുന്നത്. ശരിക്ക് ഈ പ്രതികാരം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും മനസ്സമാധാനം കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അത് വേദന മാത്രമല്ലേ തരുന്നുള്ളൂ. യഥാർത്ഥ ശക്തി എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാല് അത് അക്രമോ അല്ലെങ്കിൽ ആയുധങ്ങളോ ഒന്നുമല്ല. അത് സത്യവും കരുണയും നീതിയും ഒക്കെയാണ്. ഇതൊക്കെയാണ് ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോവാം. എടി ഉപദേശം ഊക്കലും ഇങ്ങോട്ട് വേണ്ട കേട്ടോ. നീ ഇതൊക്കെ ഇട്ട് നീ എന്താ പറയുക, ആൾക്കാരെ പൊട്ടന്മാരാക്കിയിട്ട് നീ ഒരു മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തിട്ട് വന്ന് ഇരുന്ന് പറയുകയാണല്ലോ. ഇവിടെ ഉപദേശമാണ്. ഇത് കേട്ട് ജനങ്ങൾ അങ്ങ് ഇതായിക്കോണം. ഇവക്ക് ഇതിലൊന്നും ഒരു വിഷയവുമില്ല. ഇവക്ക് ഈ ഉപദേശം കൊടുക്കുന്ന സമയത്ത് സ്വയം ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചുകൂടെ? അതില്ല. എനിക്ക് ഉപദേശിക്കാൻ മാത്രമേ ഉള്ളൂ, ഊക്കലും തരും. അതാണ് ഇവിടെ ഒരു ഇത്. എന്തായാലും ഇവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതുമായി ബന്ധപ്പെട്ട ദീപകിന്റെ അച്ഛൻ ഒരു കാര്യം പറയുന്നുണ്ട്. VIP പരിഗണനയെ തന്നെയാണ് കൊണ്ടുപോയത്, എന്തിനാണ് ഇങ്ങനെ കൊണ്ടുപോയത് എന്നൊക്കെയാണ് അച്ഛൻ ചോദിക്കുന്നത്. അച്ഛന്റെ ചോദ്യത്തിന് പ്രശസ്തിയുണ്ട്. അച്ഛൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കി. അറസ്റ്റ് നടന്നിരിക്കുന്നു. അതിനുശേഷം സ്വകാര്യ കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അവിടെയും മാധ്യമങ്ങളെ അറിയിക്കുന്നില്ല. നേരിട്ട് കുന്നമംഗലം കോടതിയിൽ എത്തിച്ചാണ് റിമാൻഡും ചെയ്തിരിക്കുന്നത്. നമുക്കൊപ്പം കുടുംബമുണ്ട്. വളരെ രഹസ്യമായാണ്. രാവിലെ മുതൽ നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എവിടെ കണ്ടാലല്ലോ എനിക്ക് അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഒരു പോലീസ് ജീപ്പിലല്ലേ ആൾക്കാരെ കൊണ്ടുപോകുക. ഏത് ഇത് ഒരു കൊലപാതകയാണ്. ഒരു അടിപിടി കേസും കൊണ്ടുള്ളത് പോലില്ല. അങ്ങനെയാണ് കാണുന്നത്. ആളുകളൊക്കെ അങ്ങനെയാണ് പറയുന്നത്, സമൂഹ മാധ്യമങ്ങളൊക്കെ. വീഡിയോ ഇത് കാണുമ്പോൾ അറിയല്ലോ, അതങ്ങനെയാണല്ലോ കാണുന്നത്. വല്ല ഉദ്യോഗസ്ഥന്മാരെ വല്ല മന്ത്രിമാരെ കൊണ്ടുപോകണമാരല്ലേ കൊണ്ടുപോയത്. അതിനുശേഷം നേരെ കോടതിയിൽ കൊണ്ടുപോയി. നമുക്ക് സാധാരണയൊക്കെ ആണെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടുപോകും, ചോദ്യം ചെയ്യലും മൊഴിയെടുക്കൽ അങ്ങനെ. പിന്നെ എവിടെ പോയത് നമുക്ക് അറിയില്ലോ, കാണുന്നതാണല്ലോ TV കാണുന്നത്. കുടുംബത്തെ അറിയിച്ചോ, കസ്റ്റഡിയിൽ എടുത്തെന്നോ അറിയിച്ചോ? നമ്മളൊന്നും അറിയിച്ചില്ലല്ലോ. ഒരാളും വന്നു പറഞ്ഞില്ല. നമ്മൾ ഈ വീഡിയോ കാണുന്ന ഇതന്നെ ലൈവിൽ കണ്ടതാ. ഈ പ്രൈവറ്റ് കാറിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഒരു വിഷമം തോന്നി കാണുമല്ലോ. അതില്ലാക്കുമല്ലോ. ഇവിടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അത് കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ലേ. നമ്മളെ കൊണ്ടുപോകുന്നത് ഇവിടെ കേരളത്തിൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഒരു അല്ലെങ്കിൽ ഇതിൽ പോലീസ് വാനിലോ ജീപ്പിലോ ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അറസ്റ്റിലൊരു തൃപ്തിയുണ്ട്, പക്ഷേ നടപടിക്രമങ്ങളിലൊരു തൃപ്തിയില്ല. അതിന് നല്ല ശിക്ഷ അവർക്ക് വാങ്ങി കൊടുക്കണം, അത്രേ ഉള്ളൂ. അതിന് ഇത് നമ്മളെ വെറുതെ വിട്ടാൽ പറ്റില്ല. അതിപ്പോൾ ഇത് നമ്മളിപ്പോൾ അമ്പടി നല്ല ഇതിൽ കൊണ്ടുപോയി നാളുകൾ കണ്ടാലും അവിടെ പുറത്തായിരിക്കും. ജാമ്യത്തിൽ അറിയണ്ടോ, ആ ജാമ്യത്തിൽ ഇറങ്ങാൻ പാടില്ല. ഇപ്പോൾ ആദ്യം മുതൽ പോലീസിനെതിരെ ഒരു മെല്ലപ്പോക്കുള്ളതായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾ പോയി പരാതിയൊക്കെ കൊടുത്തു കഴിഞ്ഞാണ് കേസൊക്കെ എടുക്കുന്നത്. അതേപോലെ വർത്താനമൊക്കെ അങ്ങനെ തന്നെയാണ്, ഒരു ഉഷാറില്ലാത്ത മാതിരിയാണ്. ഇനിയിപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നതിൽ ആശങ്കയുണ്ട്. ഏത് രീതിയിൽ പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു? എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അവർക്ക് നല്ല അവിടെ പുറത്തിറക്കാൻ സമ്മതിക്കരുത്. ഒരു ജാമ്യം കിട്ടാൻ പറ്റില്ല. അങ്ങനെ അവർ ജയിലിലാക്കിന് വേണം എല്ലാ ശിക്ഷ. ഈ ആളുകളൊക്കെ വലുതായിട്ട് പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റേഷൻ്റെ മുന്നിൽ വന്ന സ്ത്രീകളടക്കമുള്ളവരൊക്കെ വളരെ രൂക്ഷമായിട്ട്, ഒരുപക്ഷെ അങ്ങനെ പേടിച്ചിട്ടാവാൻ, എന്നാലും ഇങ്ങനെ ജീപ്പിലല്ലാതെ
അതൊന്നുമല്ല, അത് പേടിച്ചിട്ടൊന്നുമല്ല. ഇത് VIP പരിഗണന തന്നെ അവർക്ക് കൊടുത്തതാണ്. അല്ലാതെ എന്താണ്? പിന്നെ നമ്മുടെ നിയമത്തിന്റെ ഒരു ഇതനുസരിച്ച് ഇവള് പുറത്തു വരും. കാരണം നമ്മുടെ നിയമത്തിൽ ചില പഴുതുകളുണ്ട്, അതൊക്കെ ഇവളുമാര് അത് ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ ഇവളുമാര് കൂസാതെ ഇവളുമാര് പുറത്തു വരും. അത് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇവൾ ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചത്. ഇവൾ ഗൾഫിലേക്ക് മുങ്ങാൻ നിന്നതാണ്. അവിടെ വെച്ച് തന്നെ പോലീസുകാർ പോയി പൊക്കിയതിലൊക്കെ ഓക്കെയാണ്. പക്ഷെങ്കിൽ ഇവിടെ എന്തിനാണ് ഇങ്ങനെ ഒരു വാഹനത്തിൽ ഇവളെ കൊണ്ടുവരുന്നത്? അത് പർദ്ദയൊക്കെ ഇടിയിച്ച് ഇവളെ മുക്കി വെച്ച ആ വീട്ടുകാർക്കെതിരെ കേസെടുക്കണ്ടേ? ഇവളെ അവിടെ കൊണ്ട് ഒളിപ്പിച്ച് താമസിപ്പിച്ചു. ഒരു മനുഷ്യനെ അവന്റെ ജീവിതം വരെ നശിപ്പിച്ച അവളാണ് ഇവൾ. എന്നിട്ടാണ് അവരെ ഒളിപ്പിച്ചു വെച്ചത്. അപ്പൊ അവർക്കെതിരെ കേസെടുക്കണം. അതില്ല, അതെടുക്കുന്നില്ല. അപ്പൊ അവർക്കൊക്കെ ഒരു നിയമത്തിന്റെ പ്രൊട്ടക്ഷനാണ്. ഈ പറയുന്ന മെഡിക്കൽ കോളേജ് പോലീസിലെ ഈ പറയുന്ന പുള്ളിക്കാരൻ അവൻ വന്ന് കൊണ്ടുപോകുന്ന കാറ് പുള്ളിക്കാരന്റെ സ്വന്തം കാറാണ്. ആ കാറിനാകട്ടെ ഒരു ഇൻഷുറൻസ് പോലും ഇല്ല. പിന്നെ അതിനകത്ത് ഫിലിം ഒട്ടിച്ചിട്ടുണ്ട് സൈഡിലൊക്കെ. നമ്മളൊക്കെ ഒരു സീറ്റ് ബെൽറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇട്ട് പണിയാണ്, അല്ലേ? അത് അങ്ങനെയല്ലേ നമ്മൾക്ക് കിട്ടുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻഷുറൻസ് പോലും അടയ്ക്കാത്ത വണ്ടിയിൽ വന്ന് ഈ പറയുന്ന ഇവളെ പിടിച്ചോണ്ട് പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടുകാർ കുറച്ച് പ്രതികരിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കി. പോലീസിന് പരാതിക്കാരുള്ള കേസിൽ ഈ നിലപാടും, എന്നാൽ പരാതിക്കാരില്ലാത്ത കേസിൽ വേറെ ഭയങ്കരമായ ഒരു താല്പര്യവും കാണുന്നുവെന്ന സംശയം ചിലരൊക്കെ എന്നോട് പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ചുരുങ്ങിയ വാക്കുകളിൽ. അത് ശരിയാ കേട്ടോ. ആ ഒരു കാര്യം ഞാൻ എന്നോട് കൂട്ടിച്ചേർക്കാൻ മറന്നുപോയി. അതായത് പരാതിക്കാരികൾ ഇല്ലെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. എവിടുന്നെങ്കിലോ ഒരു മെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ മതി, കൊണ്ടുപോയി അറമാദിച്ച് അവരെ കൊണ്ടുപോകുന്ന രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മീഡിയ മൊത്തം അറിയും. അവർക്ക് അന്നത്തെ ദിവസം ഈ സംസാരിക്കാനുള്ളതായി. പോലീസുകാർ വന്നിട്ട് അവരെ അർദ്ധരാത്രി വന്ന് പിടിച്ചോണ്ട് പോകുന്നത് വരെ മീഡിയക്കാരെ വിളിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ ഇത്രയും പരാതി ഉണ്ടായിട്ടും ഇവളെ കൊണ്ടുപോയത് ആരെ അറിയിക്കാതെ. അപ്പൊ പിന്നെന്താണ്? നിയമം എന്ന് പറയുന്നത് പലർക്ക് വേണ്ടി സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇവിടെ തുല്യത എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്നവർക്ക് ഇതൊന്നും കാണുന്നില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊന്നും അവരുടെ കണ്ണിപ്പെടുന്നില്ലേ? നമസ്കാരം മനോ, ഇത് വാസ്തവല്ലേ? നീതി പറഞ്ഞല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ നീതി ജനാധിപത്യരായിട്ട് എല്ലാവർക്കും ഒരേപോലെ വേണമെന്നാണ് മനു പറയുന്നത്. ഈ സ്ത്രീക്ക് എന്താ പ്രത്യേകത? മനു നേരത്തെ പറഞ്ഞ പോലെ പോളിംഗ് ഫിലിം ഒട്ടിച്ച് നമ്പർ പ്ലേറ്റില് ഇൻഷൂർ ഞാൻ അടിച്ചു നോക്കി, ഇൻഷൂർ കഴിഞ്ഞതാ. കേരള പോലീസ് കാണുന്നില്ല ഇത്. ഇവിടെ പാവപ്പെട്ട പോയി കഴിഞ്ഞാൽ പാവപ്പെട്ട നെഞ്ചത്ത് കയറുന്ന കേരള പോലീസിന്റെ ഈ രണ്ട് രീതിയുണ്ടോ? ഇത് കോടതി അറിയണം. കോടതികളിലും ഇത് വ്യക്തമായി കോടതി കേസെടുക്കേണ്ടതാണ് ശരിക്കും. ശരി. അപ്പൊ ഞാനിത് എന്നോടൊരു പ്രേക്ഷകൻ യൂട്യൂബിൽ പറഞ്ഞപ്പോൾ ഞാനിത് സത്യമാണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അപ്പൊ സ്കറിയ ചെക്ക് ചെയ്തപ്പോൾ ഇൻഷുറൻസ് അടച്ചിട്ടില്ല അല്ലേ? അടച്ചിട്ടില്ല. ഇവിടെ ഇൻഷൂർ അടയ്ക്കാൻ ഒരു ദിവസം തെറ്റി, അല്ലെങ്കിൽ ഇൻഷൂർ അടച്ചിട്ട് കടലാസ് കിട്ടാൻ ഒരു ദിവസം വൈകിട്ടുണ്ട്. ഇവിടെ പോലീസ് കഴിഞ്ഞിട്ട് നമ്മളെ ചെറ്റക്കടിക്കും, തെറിമറിയും എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ സർക്കാർ കണക്കാ. ഇവിടുത്തെ ഈ സ്ത്രീ സംരക്ഷണ സമിതിയിലെ ആളുകളെ ആരെയും കാണുന്നില്ല മനു. ഇപ്പം അവരെല്ലാം ക്യൂബ ഡാൻസ് കളിക്കാൻ പോയോ? ശരി, ഓക്കെ, വ്യക്തമാണ്. പുരുഷന്മാരാണ് ഇപ്പം പീഡിപ്പിക്കപ്പെടുന്നത്. ഇപ്പൊ ബസ്സേ കയറാൻ പേടിയാണ്, പുതുസ്ഥലത്ത് പോകാൻ പേടിയാണ്, കടകളിൽ പോയി സാധനം സ്ത്രീകളുടെ കയ്യിൽ കൊടുക്കാൻ പേടിയാണ്. കാരണം സാധനം പൊതിഞ്ഞ് സ്ത്രീകളുടെ കയ്യിൽ തൊട്ടുപോയി കഴിഞ്ഞാൽ ഇവർ പീഡനത്തിന് കേസ് കൊടുക്കുന്ന കാലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇത് മുഴുവൻ വളർത്തിയത് ഇവിടുത്തെ സർക്കാരുകളാണ്. നമുക്ക് സാധനം ഒരു കടയിൽ കടക്കാരൻ എന്നോട് പറഞ്ഞ ഇപ്പൊ കടയിൽ സാധനം പോയി അവരുടെ കയ്യിൽ കൊടുക്കാൻ അവർക്ക് പേടിയാണ്. വ്യക്തമാണ്. അപ്പൊ ജീന ശരത്ത് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു ഇൻഷുറൻസിന്റെ വാലിഡിറ്റി കഴിഞ്ഞത്. അപ്പൊ ജീന അതിപ്പോ നമ്മുടെ സ്കറിയ കൂടി ചെക്ക് ചെയ്തു. അപ്പൊ സ്കറിയും പറയുന്നത് ഇൻഷുറൻസിന്റെ വാലിഡിറ്റി കഴിഞ്ഞു എന്നാണ്. കേട്ടല്ലോ നിങ്ങൾ? നമ്മൾ ഒരു ദിവസം ഇൻഷുറൻസ് തുക അടയ്ക്കാനൊന്ന് വൈകിയാൽ പിന്നെ നമ്മളെ വെച്ചേക്കുവോ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫിലിമൊക്കെ ഒട്ടിച്ച് കാറില് ഇൻഷുറൻസ് പോലും അടയ്ക്കാത്ത വണ്ടിയിൽ വന്ന് ഇവളെ കൊണ്ടുപോകുന്നത്. അതും VIP പരിരക്ഷയില്. കൊള്ളാം. എന്തായാലും അവൾക്ക് ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. അവളെ മഞ്ചേരി ജയിലിലാണ് ഇപ്പോൾ ഉള്ളത്. 14 ദിവസത്തിൽ അവൾ റിമാൻഡിലാണ്. ഇതൊക്കെ ഓക്കെയാണ്. പക്ഷെ നമ്മുടെ നിയമത്തിന്റെ പഴുതുകളിലൂടെ അവൾ പുറത്തു വരും. അങ്ങനെയാണ് നമ്മുടെ ആ ഒരു നിയമം ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ അവൾ പുറത്തു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അവക്കൊക്കെ ഇത് പുത്തരിയാണെന്നേ. അവൾക്ക് പുത്തരിയാണ്. അവൾ ഇത് ആലോചിച്ചും അറിഞ്ഞുകൊണ്ടും ഒക്കെ ചെയ്ത ഒരു കാര്യമാണ്. അവിടെ ഇനി ഫോൺ പരിശോധിക്കുമ്പോഴറിയാം. ഇനി വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇനി ഫോൺ പരിശോധിക്കുമ്പോൾ ഇനി ഇങ്ങനെ ഒരു വീഡിയോ അവൾ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഇനി അറിയത്തില്ല ഇവരൊക്കെ മുക്കുമോ എന്നുള്ളത്. ഇതിന്റെ പിന്നിലൊക്കെ ആൾക്കാരുണ്ട്. ഇല്ല എങ്കിൽ ഇവൾ എങ്ങനെയാണ് ആ ബന്ധു വീട്ടിൽ പോകുന്നതും ഇങ്ങനെ ആരോരും അറിയാതെ പർദ്ദയിട്ടുകൊണ്ട് ഇങ്ങനെ വരണമെന്നും ഇങ്ങനെ കൊണ്ടുപോകണമെന്നും ഒക്കെ ഒരു നിർദ്ദേശം എങ്ങനെ വന്നു? ഇതിന് പിന്നിൽ ശക്തമായിട്ടുള്ള കളികൾ കളിക്കുന്നുണ്ട്. ഓക്കെ, ഇതിന് എതിരെ BJP പ്രവർത്തകരൊക്കെ വന്ന് അവിടെ സമരം ചെയ്യുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ്സുകാർ വന്ന് സമരം ചെയ്തിരുന്നു. അങ്ങനെ പലരും ചെയ്തിരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ച് സ്ത്രീകൾ പ്രതികരിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നത് ഈ പർദ്ദ ഇട്ടുകൊണ്ട് ഇവളെ കൊണ്ടുപോയത് എന്തിനാണ് എന്നുള്ള കാര്യമാണ്. ഒന്ന് കേട്ടു നോക്കി. ഇതിൽ എനിക്ക് അങ്ങോട്ട് വിളിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് വിളിച്ചതാണ്. എനിക്ക് ശരിക്കും ഭയങ്കര ഒരു രോഷത്തിലാണ് എന്റെ മനസ്സിപ്പോ. കാരണം ഈ സ്ത്രീയെ എങ്ങനെയാ കൊണ്ടുപോണത്? പർദ്ദയിട്ട് ആരും മുഖമൊന്നും കാണാണ്ട് മാധ്യമങ്ങളെ ആരും അറിയിക്കാതെ അതീവ രഹസ്യമായി കൊണ്ടുപോവുകയാണ്.
അതെ അതെ. പക്ഷെ അവള് റീൽ എടുത്തത് എങ്ങനെയാണ്? എന്ത് വേഷത്തിലാണ് എടുത്തത്? ആ ബസ്സിൽ വെച്ച് എടുത്തത് എന്ത് വേഷത്തിലാണ്? ഇത് പോലീസിന്റെ ഒരു ഒത്താശ ഉണ്ടെന്നാണ് ആരോപിക്കുന്നത്. അതെനിക്ക് പറയാൻ പറ്റില്ല. അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവര് ശരി, വ്യക്തമാണ്. അപ്പൊ അഭിപ്രായം വ്യക്തമാണ്. അപ്പൊ എന്നോട് ഷാജിദ എന്നോടൊപ്പം ചേരുന്നത് കോഴിക്കോട് നിന്നാണ്. ഷാജിദ, കോഴിക്കോട് എവിടെയാണ് താമസിക്കുന്നത് ഷാജിദ? കാവന്തറ. അപ്പൊ ഈ പർദ്ദയൊക്കെ ദുരുപയോഗം ചെയ്യുന്നത് എന്നോട് പല പ്രേക്ഷകരും തോന്നുന്നു. അപ്പൊ ഷാജിദയ്ക്ക് എന്ത് തോന്നുന്നു? ഇത് തീർച്ചയായിട്ടും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ റീൽസിലൊക്കെ ടൈറ്റ് ജീനും ടൈറ്റ് ടോപ്പെല്ലാം ഇട്ടിട്ട് തലയിലൊന്നും ഇടാണ്ട് വരുന്ന ഒരു മുസ്ലിം യുവതിയാണ് അവള്. ഇപ്പൊ പോലീസ് പിടിച്ചപ്പോ ആളുകൾ ക്യാമറ എടുക്കുന്നതെന്ന് അറിയാതിരിക്കാൻ വേണ്ടി അതീവ രഹസ്യമായപ്പോ അതിന് വേണ്ടി ഒരു പർദ്ദ ഇട്ടിറങ്ങിയിരിക്കും. അതെ, അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്ത് പ്രൈവറ്റ് വാഹനത്തിൽ കൊണ്ടുപോകുന്നത്? ഇത്രയും പബ്ലിസിറ്റി ആയുള്ള ഒരു കേസ്, ഇത്രയും പ്രേക്ഷകരും ഇത്രയും ആൾക്കാരും കണ്ട ഒരു കേസിന്റെ പ്രതിയെ ഇത്രയും സ്വകാര്യതയോടെ കൊണ്ടുവന്ന ആവശ്യം എന്താ? അതിനുവേണ്ടി പ്രത്യേക ഒരു വാഹനം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇൻഷുറൻസ് ഒന്നും അടച്ചിട്ടില്ല. പക്ഷേ എല്ലാവർക്കും പറ്റലുണ്ട്, നമ്മൾ പ്രതികരിക്കാറുണ്ട്. പക്ഷെ ഇത് എന്ന് പറയുന്നത് എന്താ പറയാ, ഒരാളെ ജീവൻ എടുത്തുകൊണ്ടിട്ടുള്ള കളിയല്ലേ? വ്യക്തമാണ് താങ്കളുടെ വേണ്ടിട്ട് ചെയ്യുന്നതല്ലേ ഇതല്ലേ? ആ വീഡിയോ കണ്ടാല് ഏത് മനുഷ്യന്മാർക്കും മനസ്സിലാവും, ചെറിയ മക്കൾക്ക് വരെ മനസ്സിലാവും അത് അങ്ങോട്ട് പോയിട്ട് മുട്ടുന്നതാണ് എന്നുള്ളത്. എന്തായാലും ഇത് റീച്ചിന് വേണ്ടി തന്നെ ചെയ്തതാണ്. ഓരോ അമ്മമാരും ഇതിനെക്കുറിച്ച് ഇത് തന്നെയാണ് പറയുന്നത്. പിന്നെ ഈ ഒരു വസ്ത്രം, ഈ വസ്ത്രത്തെ വരെ അവർ നിന്ദിക്കുന്നതിന് തുല്യമാണ്. ഈ ഒരു വസ്ത്രത്തെ ഒരു പ്രതിക്ക് ഒളിച്ചു പോകാനുള്ള ഒരു കാര്യമായിട്ട് ഈ വസ്ത്രത്തെ മാറ്റുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ഓരോരുത്തരും അത് ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ ഇതിന്റെ കൂടെ പറയുന്നത്. ഇവിടെ ഈ പറയുന്ന ദീപക് ജീവൻ ഒടുക്കിയില്ലായിരുന്നു എങ്കിൽ ഇവിടെ ഈ ഷിംജിത എന്ന് പറയുന്നവൾ അതിജീവിതയും ഈ പറയുന്ന ദീപക് കുറ്റവാളിയുമായനെ. അന്നേരം ഈ പറയുന്ന ദീപക്കിന് VIP പരിഗണനയോ ഒന്നും കിട്ടാതെ അവനെ വലിച്ചിഴച്ചു കൊണ്ടുപോയേനെ. കൊണ്ടുപോകത്തില്ലയോ? മീഡിയയൊക്കെ വന്ന് ഷൂട്ട് ചെയ്ത് അവനെ അങ്ങ് എന്തൊക്കെയോ ആക്കി കളഞ്ഞേനെ ഇല്ലേ? ചെയ്യാത്ത കുറ്റത്തിന് ഒരു മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തിട്ട് അവളെ കൊണ്ടുവന്നതോ VIP പരിഗണന കൊടുത്ത്. എങ്ങനെ ഇരിക്കുന്നു? ഇതാണ് നമ്മുടെയൊക്കെ കുഴപ്പവും. നമ്മുടെയല്ല, നമ്മുടെ നിയമത്തിന്റെ കുഴപ്പവും ഇതിന്റെ പിന്നിൽ കളിക്കുന്നവന്മാരുടെ കുഴപ്പവും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പിന്നെ BJP-ക്കാര് കുറച്ച് കാര്യങ്ങൾ അവര് മുദ്രാവാക്യത്തിലൂടെ പറയുന്നുണ്ട്. ഈ പറയുന്ന കൊണ്ടുപോയ SI-ക്കെതിരെയാണ് പറയുന്നത്. SI ഈ പറയുന്ന ഷിംജിതയുടെ കെട്ടിയോളോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അവർ മുദ്രാവാക്യം വിളിക്കുന്നത്. അവരത് പറയുന്നതിലും കാര്യമുണ്ട്. കാരണം അങ്ങനെയാണ് ഈ പറയുന്ന ഷിംജിതയെ കൊണ്ടുപോയത്. അപ്പം ജനങ്ങൾ രോഷാകുലരാകാതിരിക്കുവോ? ഓക്കെ, അത് കേട്ട് നോക്കിയേ അവരുടെ മുദ്രാവാക്യം. ഷിംജിത നിന്റെ കെട്ടിയോളോ എന്ന് പറഞ്ഞ് ഒരു മുദ്രാവാക്യം വിളിക്കുന്നതിന് ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഷിംജിതയെ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നത് ഈ പറയുന്ന ആടെ ഈ SI-യുടെ പ്രൈവറ്റ് വാഹനത്തില്. അതും നോക്കിക്കോണം, ഇൻഷുറൻസ് പോലും ഇല്ല. പിന്നെ മഫ്റ്റിയിലാണ് വന്നിരിക്കുന്നത്. അത് മാത്രവുമല്ല, അതിൻ്റെ ഫിലിം വരെ ഒട്ടിച്ചിട്ടുണ്ട് ആ വണ്ടിക്കകത്ത്. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മളെയൊക്കെ വിടുവോ ഒരു ഇൻഷുറൻസ് ഇല്ലാത്തൊരു വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ? ഒരു സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിലും നമ്മളെ പിടിക്കും. പിന്നെ അന്നേരം ഈ ഫിലിമൊക്കെ ഒട്ടിച്ചുകൊണ്ട്. ഓക്കെ, എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു മനുഷ്യന്റെ അനുവാദമില്ലാതെ ഒരു വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ UAE-യിലൊക്കെ എന്താണ് ശിക്ഷ എന്നുള്ളത് നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കേ. അവിടെയൊക്കെ ആണ് എങ്കിൽ ഇവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടും. ഇവിടെ കയ്യിൽ നിന്ന് നല്ല പൈസ പോവുകയും ചെയ്യും. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഉണ്ടാകുന്നു, കേട്ടു. മറ്റൊരാളുടെ വീഡിയോ ചിത്രീകരിച്ച് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്ത യുവാവിന് 25,000 ദിർഹം പിഴ ചുമത്തി അബുദാബി കോടതി. അബുദാബി ഫാമിലി സിവിൽ അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയാണ് ഇത് സംബന്ധിച്ച വിധി പുറപ്പെടുവിച്ചത്. പൊതുസ്ഥലത്ത് വെച്ച് അനുവാദമില്ലാതെ വീഡിയോ എടുത്ത് സ്നാപ്ചാറ്റിൽ പോസ്റ്റ് ചെയ്തു എന്നായിരുന്നു പരാതി. തന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നും ഇത് ജോലിസ്ഥലത്തും സമപ്രായക്കാരുടെയും ഇടയിൽ അവഹേളനത്തിന് കാരണമായതായും പരാതിക്കാരൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. വാദിയുടെ സ്വകാര്യത ലംഘിച്ചതിന് പ്രതി കുറ്റക്കാരനാണെന്ന് നേരത്തെ ക്രിമിനൽ കോടതി കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് അബുദാബി ഫാമിലി സിവിൽ അഡ്മിനിസ്ട്രേറ്റീവ് കോടതി കേസിൽ വിശദമായ വാദം കേട്ടത്. സമൂഹമാധ്യമത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതിലൂടെ വലിയ അപമാനം നേരിടേണ്ടി വന്നുവെന്നതടക്കമുള്ള വാദങ്ങൾ പരാതിക്കാരൻ കോടതിയിലും ആവർത്തിച്ചു. തുടർന്നാണ് വാദിക്ക് 20,000 ദിർഹം നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടത്. 50,000 ദിർഹം നഷ്ടപരിഹാരവും കോടതി ചെലവും നിയമപരമായ ഫീസുകളും വേണമെന്നായിരുന്നു പരാതിക്കാരന്റെ ആവശ്യം. ഇവിടെ 25,000 ദിർഹം രൂപയാണ് നഷ്ടപരിഹാരം ചോദിച്ചിരിക്കുന്നത്. പിന്നെ കോടതി ചെലവും കാര്യങ്ങളും ഒക്കെ.
എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന ദീപകിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ ഇവിടെ അബുദാബിയിലാണെങ്കിൽ എത്ര രൂപ ഇവിടെ കയ്യിൽ നിന്ന് പോയേനെ ഇല്ലേ? നമ്മുടെ നാട്ടിൽ അതൊന്നും പോത്തില്ല. അവന്റെ ജീവൻ മാത്രം പോകും, അത്രേ ഉള്ളൂ. അവൻ സ്വയമേ അവന്റെ ജീവിതം ഇല്ലാതാക്കി. കാരണം അവന് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു പാവം പിടിച്ച മനുഷ്യൻ, ഒരു സൗമ്യനായ മനുഷ്യൻ, അവനിത് താങ്ങാൻ പറ്റത്തില്ല. അവനെ കുറിച്ച് വേണ്ടാത്ത ഒരു അലിഗേഷൻ വരിക, അത് ഈ സോഷ്യൽ മീഡിയ മൊത്തം വൈറലാകുക, അവനെതിരെ നെഗറ്റീവ് കമന്റുകൾ വരിക, അവന്റെ സ്വന്തക്കാര്, ബന്ധുക്കാര്, അമ്മ, അച്ഛൻ, അവരുടെ മുമ്പിലൊക്കെ ഇവൻ നാണം കെട്ടവനെ പോലെ ആകുക. ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഈ ഷിംജിതെ പോലെയുള്ളവന്മാര് അവര് സുഖമായിട്ട് നിയമത്തിന്റെ പഴുതുകളിലൂടെ അവർ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകും. ഇന്നലെ അവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് കണ്ടപ്പോഴേ നമ്മൾ പറഞ്ഞു നമുക്ക് VIP പരിഗണന തന്നെയാണ് കിട്ടുന്നത് അല്ലേ? എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? ഇനി അവിടെ ഫോണൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും കിട്ടി. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ മസ്റ്റായി കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും